പ്രേക്ഷകരുടെ ഇടയിൽ വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് സ്മാർട്ട് ഫോൺ പ്രൈസിംഗ് സെഗ്മെന്റ് ആണ് അണ്ടർ 15,000 റുപ്പീസിന്റെ സ്മാർട്ട് ഫോൺസ്. സോ ഇന്ന് 15,000 റുപ്പീസിന് താഴെ എനിക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയിട്ടുള്ള രണ്ട് സ്മാർട്ട് ഫോൺസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഒന്നാമത്തേതാണ് റിയൽമി P4X. റീസെന്റ് ലോഞ്ച് ആയ ഫോണാണ് റിയൽമി P4X. അതുപോലെ തന്നെ റീസെന്റ് ലോഞ്ച് ആയ വേറെ ഫോണാണ് മോട്ടറോള G57 പവർ. ഈ രണ്ട് ഫോണുകളും കമ്പയർ ചെയ്യേണ്ട പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും തമ്മിൽ ഇഷ്ടം പോലെ സിമിലാരിറ്റീസ് ഉണ്ട്, എന്നാൽ ചെറിയ ചെറിയ ഡിഫറൻസസും ഉണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം റിയൽമി P4X മേടിക്കണോ അതോ മോട്ടറോള G57 പവർ മേടിക്കണോ എന്ന് തീരുമാനിക്കുക. ബിഫോർ ദാറ്റ് ഈ രണ്ടെണ്ണത്തിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ട് എന്നൊന്ന് പെട്ടെന്ന് നോക്കാം. ഇതാണ് മോട്ടറോളയുടെ ബോക്സ്. ആസ് യൂഷ്വൽ പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിംഗ് ആണ്. സോ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മോട്ടോയുടെ ബോക്സിനകത്ത് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ, ഈ ഒരു കാർഡ് ബോർഡിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെന്റേഷൻസും അതേപോലെ സിം ടൂളും ഉണ്ട്. 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറും Type-A to Type-C കേബിളും. മറുഭാഗത്ത് റിയൽമി P4Xന്റെ ബോക്സ് കുറച്ചുകൂടി വലുതാണ് കമ്പാരിറ്റീവ്ലി. ഇതിനകത്ത് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ, അടുത്ത ബോക്സിനകത്ത് നിങ്ങൾക്ക് ഇതിലിടാൻ പറ്റുന്ന ട്രാൻസ്പെറന്റ് TPU കേസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡോക്യുമെന്റേഷൻസ്, സിം ടൂള് ആൻഡ് 45 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജറും Type-A to Type-C കേബിളുമാണ് വരുന്നത്. എന്റെ കയ്യിലുള്ള ഈ രണ്ട് ഫോണുകളും 8GB റാം ആൻഡ് 128GB സ്റ്റോറേജ് വേരിയൻസ് ആണ്. റിയൽമി P4X നിങ്ങൾക്ക് ഒരു 6GB റാം ആൻഡ് 128GB സ്റ്റോറേജ് വേരിയന്റിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോട്ടറോളയിലെ 8GB ആൻഡ് 128GB സ്റ്റോറേജ് വേരിയന്റിന് നിങ്ങൾക്ക് 14,999 ആണ് വരുന്നത്. എന്നാൽ റിയൽമിയുടെ 8GB 128 നിങ്ങൾക്ക് 17,499 റുപ്പീസിനാണ് വരുന്നത്. രണ്ടിലും ഓഫേഴ്സ് ഉണ്ട്. 1000 രൂപയുടെ എന്തോ ഓഫറാണ്. അതിനുശേഷം മോട്ടറോള ഏകദേശം 13,999 വരുന്നുണ്ട്. ആൻഡ് റിയൽമി P4X നിങ്ങൾക്ക് 15,999 റുപ്പീസിനാണ് വരുന്നത്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് റിയൽമിയുടെ 6GB വേരിയന്റ് ആണ് ആക്ച്വലി അണ്ടർ 15,000 വരുന്നത്. ഇത് 15,000-നേക്കാളും ലേശം മുകളിലാണ് പ്രൈസ് വന്നിരിക്കുന്നത്. മോട്ടോ G57 പവറിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിന്റെ 6S Gen 4 ചിപ്സെറ്റ് ആണ് വരുന്നത്. AnTuTu സ്കോർ റൺ ചെയ്ത് നോക്കി ഏകദേശം 8.1 lakhs മുകളിലാണ് നമുക്ക് കിട്ടുന്നത്. മറുഭാഗത്ത് റിയൽമി P4Xൽ മീഡിയാടെക്കിന്റെ Dimensity 7400 Ultra എന്ന് പറഞ്ഞ ഒരു ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ സ്കോർസ് കുറച്ചുകൂടി കൂടുതലാണ്. ഏകദേശം 9.8 lakhs-ന്റെ AnTuTu സ്കോർ ആണ് വരുന്നത്. രണ്ട് ചിപ്സെറ്റുകളുടെ ആർക്കിടെക്ചർ നോക്കുവാണെങ്കിൽ രണ്ടും ഒക്ടാ-കോർ പ്രോസസ്സേഴ്സ് ആണ്. അതിൽ 4 Cortex A78 കോറുകളും 4 Cortex A55 കോറുകളും തന്നെയാണ്. ആകെ വ്യത്യാസം എന്ന് വെച്ചാൽ മാക്സിമം ക്ലോക്ക് സ്പീഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിൽ 2400 MHz ആണ്, മീഡിയാടെക്കിൽ നിങ്ങൾക്ക് 2600 MHz ആണ്. അപ്പോൾ ആ ഒരു ചെറിയ 200 MHz ഡിഫറൻസിലാണ് ഈ ഒരു സ്കോറിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. ബട്ട് ഡേ ടു ഡേ യൂസിൽ എസ്പെഷ്യലി ഒരു 15,000 താഴെയുള്ള ഒരു ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് രണ്ടും തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തോന്നില്ല. സോ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് തന്നെയാണ് വരുന്നത്. ആൻഡ് ഗെയിമിങ്ങിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റിലെ അഡ്വാൻറ്റേജ് ഇതിനകത്ത് അഡ്രീനോയുടെ GPU ആണ് വരുന്നത്. മീഡിയാടെക് പ്രോസസ്സറിൽ മാലിയുടെ GPU ആണ്. പൊതുവെ അഡ്രീനോ GPU ആണ് കുറച്ചുകൂടി ഗെയിമിങ്ങിനൊക്കെ പ്രിഫറബിൾ ആയിട്ടുള്ളത്. കുറച്ചുകൂടി സ്റ്റേബിളും ആ ഒരു ചൂടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബെറ്റർ ആണ്. ബട്ട് അഗൈൻ നമ്പേഴ്സ് വൈസ് യെസ് റിയൽമി P4X തന്നെയാണ് ഈ ഒരു AnTuTu സ്കോറിൽ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ശരിക്കും സ്വാധീനിക്കുന്ന വേറൊരു കാര്യമാണ് ഈ രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെ ക്യാമറയുടെ പെർഫോമൻസും. ഈ രണ്ട് സ്മാർട്ട് ഫോണും ആക്ച്വലി ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. അതിന് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലായാലും കൂടുതൽ ക്യാമറ ഉള്ളതായിട്ട് തോന്നും. മോട്ടോയുടെ കേസ് വരുവാണെങ്കിൽ ഇതിന്റെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 50 മെഗാപിക്സലിന്റെ സോണി ലിറ്റിയ 600 സെൻസർ ആണ്. മറുഭാഗത്ത് റിയൽമിയിലും 50 മെഗാപിക്സൽ ആണ്. ബട്ട് 50 മെഗാപിക്സൽ AI ക്യാമറ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്ത് സെൻസർ ആണെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ രണ്ട് 50 മെഗാപിക്സൽ ആണെങ്കിലും രണ്ടിന്റെ ഫോട്ടോ കമ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ആ ഒരു സോണി സെൻസറിന്റെ സുപ്പീരിയോറിറ്റി. ആ ഒരു കളർ ബാലൻസിങ് ആയിക്കോട്ടെ, എസ്പെഷ്യലി സ്കിൻ ടോൺസ് പ്രോപ്പർലി ക്യാപ്ചർ ചെയ്യുക, HDR, ആ ഒരു ഡെപ്ത്. ചില ഫോട്ടോസൊക്കെ റിയൽമിയിൽ നോക്കി കഴിഞ്ഞാൽ ടോട്ടലി ഫ്ലാറ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു വൈറ്റ് ബാലൻസ് വാഷ്ഡ് ഔട്ട് ആണ്, കളേഴ്സ് തീരെ സാച്ചുറേറ്റഡ് അല്ല. പല സമയങ്ങളിൽ നമ്മൾ ഇട്ടേക്കുന്ന ടീഷർട്ടിൻ്റെ കളർ ആയിരിക്കില്ല ഫോട്ടോയിൽ വരുന്നത്. സോ ഓവറോൾ ആ ഒരു സോണി സെൻസറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് മോട്ടോ G57 ഡെഫിനറ്റ്ലി കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഫോട്ടോഗ്രാഫിയിൽ അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ റിയൽമിയിലെ ക്യാമറ 2 മെഗാപിക്സലിലെ മോണോക്രോം ക്യാമറയാണ്. ഇത് അവർ പോർട്രേറ്റ് മോഡിന് വേണ്ടിയാണ് ഡെപ്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മോട്ടോയ്ക്കകത്ത് നിങ്ങൾക്ക് ആ ഒരു സെപ്പറേറ്റ് 2 മെഗാപിക്സൽ ക്യാമറ ഒന്നുമില്ല. ഇതിനകത്ത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാമറയാണുള്ളത്. ഇനി രസകരമായ കാര്യം എന്താ വെച്ചാൽ രണ്ടിലും പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ റിയൽമിയിൽ നിങ്ങൾക്ക് 1x മാത്രമേ പോർട്രേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ മോട്ടറോളയിൽ നിങ്ങൾക്ക് 24mm 35mm, അതായത് 1x 2x പോർട്രേറ്റ്സ് എടുക്കാനായിട്ട് പറ്റും. ഐ ഡോണ്ട് നോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെൻസർ കൊടുത്തിട്ടും 50 മെഗാപിക്സൽ ആയിട്ടും 2x പോർട്രേറ്റ്
പോർട്രേറ്റ് എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇനി മോട്ടോറോളയുടെ രണ്ടാമത്തെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിൽ അൾട്രാ വൈഡ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പ്രൈമറി ക്യാമറയിലും സെക്കൻഡറി ക്യാമറയിലും കളർ ഷിഫ്റ്റ് ഇല്ലാതെ മോട്ടോറോളയ്ക്ക് പറ്റുന്നുണ്ട്. ആൻഡ് ആ ഒരു കളർ ഷിഫ്റ്റ് ഇല്ലാതെ പറ്റുന്നതിൻ്റെ കാരണം ഈ ഒരു മൂന്നാമത്തെ ഒരു 3-in-1 ലൈറ്റ് സെൻസർ ഇവർ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഹെൽപ്സ് ഇൻ എന്താ പറയുക പ്രൈമറിയും അൾട്രാ വൈഡും നമ്മൾ ഒരു കളർ ഷിഫ്റ്റ് വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആൻഡ് യെസ് മോട്ടോറോളയിൽ ആ ഒരു ഫോട്ടോയിൽ അവരുടെ AI പ്രോസസിംഗ് ഒക്കെ ഉണ്ട്, അതിനും ഈ ഒരു സാധനം സഹായിക്കുന്നുണ്ട്. ഇനി ബാക്കിലെ വീഡിയോ ഡിപ്പാർട്ട്മെന്റ് നോക്കുവാണെങ്കിൽ റിയൽമി P4Xൽ നിങ്ങൾക്ക് 4K 30 FPS ഷൂട്ട് ചെയ്യാം. മോട്ടോറോളയിൽ നിങ്ങൾക്ക് 2K 30 FPS ഷൂട്ട് ചെയ്യാം. രണ്ടിന്റെ വീഡിയോ ഫൂട്ടേജസ് കാണിച്ചു തരാം. ഫ്രാങ്ക്ലി ഒരു കാര്യം ഞാൻ പറയാം, ബിലോ 15K ഫോണുകളിൽ 4K ആയാലും 2K ആയാലും അത് തമ്മിൽ നമുക്ക് വലിയ വ്യത്യാസം അങ്ങനെ തോന്നില്ല. 4Kയും 1080pയും തമ്മിൽ ചിലപ്പോൾ തോന്നിയേക്കും, പക്ഷേ 4K ആൻഡ് 2K തമ്മിൽ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ തോന്നില്ല. ആൻഡ് ഓൾസോ മോട്ടോറോള ഫോണിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇതിന്റെ അൾട്രാ വൈഡ് ക്യാമറയിൽ നിങ്ങൾക്ക് 2K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി രണ്ടിന്റെ മുന്നിൽ സെൽഫി ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ രണ്ടും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. സെൽഫി ഫോട്ടോ സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ആൻഡ് അഗൈൻ മോട്ടോയിൽ ശ്രദ്ധിച്ചൊരു കാര്യം, സെൽഫീസ് നിങ്ങൾക്ക് വൈഡ് ആയിട്ട് എടുക്കാം, കുറച്ചുകൂടി ക്ലോസപ്പ് ആയിട്ട് എടുക്കാം. ഈ ഒരു റിയൽമിയിൽ നിങ്ങൾക്ക് അങ്ങനെ രണ്ട് ആ ഒരു എന്താ പറയുക ഫോക്കൽ ലെങ്ത് ഒന്നുമില്ല, ഒരൊറ്റ ഫിക്സഡ് ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. സോ വൈഡ് സെൽഫീസ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മോട്ടോറോളയിൽ കിട്ടുന്നുണ്ട്. ആൻഡ് വീഡിയോ ഡിപ്പാർട്ട്മെന്റ് നോക്കുവാണെങ്കിൽ റിയൽമിയിൽ ബാക്കിൽ മാത്രമേ ഈ ഒരു 4K 30 കിട്ടുള്ളൂ, ഫ്രണ്ടിൽ നിങ്ങൾക്ക് 1080p 30 മാത്രമാണ് ഒരു ഓപ്ഷൻ ആയിട്ട് വരുന്നത്. പക്ഷേ മോട്ടോയിൽ നിങ്ങൾക്ക് എല്ലാ ക്യാമറയിലും 2K 30 FPS വീഡിയോ എടുക്കാം. ഈവൻ ഫ്രണ്ട് ക്യാമറയിൽ ഒരു സാമ്പിൾ കണ്ടു നോക്കൂ. ഓക്കെ, നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും ഫ്രണ്ട് ക്യാമറ ടെസ്റ്റ് ചെയ്യാം. റിയൽമി P4Xൻ്റെ ഫ്രണ്ട് ക്യാമറ 1080p 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. മോട്ടോ G57 പവറിൻ്റെ ഫ്രണ്ട് ക്യാമറ 2K 30 FPS ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. എനിക്ക് റിയൽമിയുടെ ഔട്ട്പുട്ട് ഇവിടെ സ്ക്രീനിൽ കണ്ടിട്ട് കുറച്ചുകൂടി ഒരു പിങ്കിഷ് ആയിട്ടുള്ള കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടായിട്ട് തോന്നുന്നത്. മോട്ടോയുടെ അത്യാവശ്യം സ്കിൻ ടോൺസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ലൈറ്റ് ഭയങ്കര ഡള്ളാണ്. ഈ ഒരു ഡൾ സമയത്ത് ഒരു എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ബട്ട് രണ്ടും ബഡ്ജറ്റ് ഫോൺസ് ആണ്, രണ്ടിനെയും അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ കാണുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ആക്യുറേറ്റ് അല്ലെങ്കിൽ ട്രൂ ടു ലൈഫ് കളറായിട്ട് എനിക്ക് തോന്നുന്നത് മോട്ടോയിലാണ്. സോ ക്യാമറ സെക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി മോട്ടോറോള തന്നെയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ഇനി ഈ രണ്ട് സ്മാർട്ട് ഫോൺസിലെ സിമിലാരിറ്റി ആയിട്ടുള്ള 7000 mAh ബാറ്ററി. രണ്ടിലും 7000 mAh ബാറ്ററിയാണ്. മോട്ടോറോള സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് എന്ന് എടുത്തു പറയുന്നുണ്ട്. റിയൽമി ഇതിനെ ടൈറ്റൻ ബാറ്ററി എന്ന് പറയുന്നു. സിലിക്കൺ കാർബൺ ബാറ്ററി ആണോ അതോ വേറെ എന്തെങ്കിലും ലിഥിയം തന്നെയാണോ എന്നറിയില്ല. ബട്ട് ടൈറ്റൻ ബാറ്ററി ആണ്, ഇത് സിലിക്കൺ കാർബൺ ബാറ്ററി ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെയും യൂസ് അനുസരിച്ച് കുറച്ചുകൂടി ബെറ്ററായിട്ട് ലാസ്റ്റ് ചെയ്യുന്നത് ഇവിടെ മോട്ടോറോള തന്നെയാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, മോട്ടോയ്ക്കകത്ത് നിങ്ങൾക്ക് ബൈ ഡിഫോൾട്ട് ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 16 ആണ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് ഇരിക്കുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റാണ്. അതേസമയം റിയൽമി P4Xൽ ഇപ്പോഴും ആൻഡ്രോയിഡ് 15 ആൻഡ് മീഡിയ ടെക്കിൻ്റെ ചിപ്സെറ്റാണ്. ആൻഡ് അതിന് മുകളിൽ മോട്ടോറോള കുറച്ചുകൂടി ഒരു നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. റിയൽമിയിൽ ഒട്ടനവധി ആഡ്സ്, ബ്ലോട്ട് വെയർസ്, ആപ്പ് സ്റ്റോർ ആ ഒരു ഹെവി ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നുണ്ട്. പ്ലസ് റിയൽമിയിൽ നിങ്ങൾക്ക് ആ ഒരു 144 Hz റിഫ്രഷ് ആയിട്ടുള്ള സ്ക്രീനും കൂടി കൊടുത്തിട്ടുള്ളതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് വൈസ് കൂടുതൽ നേരം ബാറ്ററി നിൽക്കുന്നത് മോട്ടോറോള തന്നെയാണ്. പക്ഷേ റിയൽമിക്ക് വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് ഫോണിൽ 7000 mAh ആണെങ്കിലും ഇതിനകത്ത് 45 wattsൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോട്ടോ 33 watts ആണ്. 33 watt ടർബോ പവർ ഇസ് ഫാസ്റ്റ് എന്നല്ല, ബട്ട് ഇതിനേക്കാളും കുറച്ചുകൂടി വേഗത്തിൽ നിങ്ങൾക്ക് റിയൽമി ഫോൺ ചാർജ് ആവും. ബട്ട് ബിൽഡ് ക്വാളിറ്റി വൈസ് രണ്ട് സ്മാർട്ട് ഫോൺസിൽ ഒരു കോംപ്രമൈസും ഇല്ല. രണ്ടും IP64 റേറ്റഡ് ആണ് ആൻഡ് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡ്, 810H സർട്ടിഫൈഡ് ആണ്. പക്ഷെ ഒരു വിട്ടുവീഴ്ച എന്ന് പറയുന്നത് റിയൽമിയിൽ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ച് തന്നിട്ടുണ്ടെങ്കിലും സ്ക്രീന് വേറെ പ്രൊട്ടക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ മോട്ടോയിൽ നിങ്ങൾക്ക് സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ചിട്ടില്ല എങ്കിലും ഇതിനകത്ത് വരുന്നത് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i ആണ്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i നമ്മൾ ഫ്ലാഗ്ഷിപ്പ് അല്ലെങ്കിൽ ഒരു 50,000 to 80,000 റുപ്പീസിന്റെ റേഞ്ചിൽ വരുന്ന ഫോണുകളിലും കണ്ടിട്ടുണ്ട്. സോ പ്രൊട്ടക്ഷൻ വൈസ് സ്ക്രീനിന് ബെറ്റർ ആയിട്ടുള്ളത് മോട്ടോയിലാണ്. സോ രണ്ടും 6.7 ഇഞ്ചിന്റെ പഞ്ച് ഹോൾ ഉള്ള LCD ഡിസ്പ്ലേ ആണ്. മോട്ടോറോള 120 Hz ഡിസ്പ്ലേ ആണ്, റിയൽമി ഇവിടെ 144 Hz ഡിസ്പ്ലേ ആണ്. ബട്ട് ബ്രൈറ്റ്നസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ മോട്ടോയിൽ 1050 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്, റിയൽമിയിൽ നിങ്ങൾക്ക് 1000 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണുള്ളത്. സോ ഒരു പൊടിക്ക് മോട്ടോറോളയിൽ ഈ ഒരു ഡിസ്പ്ലേക്ക് ബ്രൈറ്റ്നസ് കൂടുതലാണ്. ബട്ട് അഗെയിൻ ഇതിൽ രണ്ടിൽ ഇപ്പോൾ ഗാലറി ഓപ്പൺ ആക്കി നമ്മൾ ഫോട്ടോസ് നോക്കുന്ന സമയത്തുണ്ടല്ലോ, മോട്ടോയുടെ ഡിസ്പ്ലേ കുറച്ചുകൂടി പഞ്ചിയാണ്, വിവിഡാണ്, ബ്രൈറ്റ് ആണ്. ആ ഒരു വൈറ്റ്സ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ബട്ട് റിയൽമിയിൽ ഞാൻ നോക്കുമ്പോൾ ഒരു മജന്ത ടിൻറ്റ്,
പല സമയത്ത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ഒരു ഗ്രേ കളർ ടീഷർട്ടാണ്. ബട്ട് ആ ഒരു ഗ്രേ കളർ ടീഷർട്ടിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ഫോണിലും നോക്കുമ്പോൾ ആ ഒരു റിയൽമിയിൽ ഒരു ലേശം ഒരു മജന്ത ടോൺ കയറി വരുന്നുണ്ട്. ബട്ട് മോട്ടോയിൽ ആ ഒരു പ്രോപ്പർ ഗ്രേ കളർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ട്യൂണിങ്ങിൻ്റെ ഒരു പ്രശ്നം എനിക്ക് റിയൽമി ഫോണിൽ തോന്നി. ഇത് രണ്ട് സ്മാർട്ട് ഫോൺസിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണുള്ളത്. ഇത് താഴെയുണ്ട്, മുകളിൽ ഇയർ പീസിൻ്റെ അവിടെ സ്പീക്കറും ഉണ്ട്. റിയൽമിയുടെ ഫോണിലെ സ്റ്റീരിയോ സ്പീക്കർ സെപ്പറേഷൻ ഈസ് ഓക്കെ ഒരു 30-70 എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഒരു 400% വോളിയം മോഡ് ഉണ്ട്. ഒരു വോളിയം മോഡിലിട്ടാൽ വോളിയം കൂടുതലായിട്ട് കേൾക്കും. ബട്ട് അഗെയിൻ പതർച്ചയുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മോട്ടോറുടെ കാര്യത്തിൽ ഇതിനകത്ത് ആ ഒരു 400% എക്സ്ട്രാ വോളിയം മോഡ് ഇല്ലെങ്കിലും സ്പീക്കറിൻ്റെ സൗണ്ട് സെപ്പറേഷൻ കുറച്ചുകൂടെ നല്ല ഒരു 60-40 എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അതിന് ഡോൾബി അറ്റ്മോസ് ഒരു സ്മാർട്ട് ഫോണിലെ സ്പീക്കറിൽ എത്രത്തോളം വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ മോട്ടോറോള ഫോണിൽ നിങ്ങൾക്ക് ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾക്ക് ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഡോൾബി അറ്റ്മോസിൻ്റെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. റിയൽമിയിൽ നിങ്ങൾക്ക് ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് അവൈലബിൾ അല്ല. രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെയും സൈഡിലായിട്ട് നിങ്ങൾക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വന്നിരിക്കുന്നത്. റിയൽമി P4XL നിങ്ങൾക്ക് ഒരു ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. 2 നാനോ സിം അല്ലെങ്കിൽ 1 നാനോ സിമ്മും SD കാർഡ് ഇടാൻ പറ്റും. മോട്ടോറോളയിൽ നിങ്ങൾക്ക് 2 നാനോ സിം മാത്രമാണ് ഇടാൻ പറ്റുന്നത്. ബട്ട് കണക്ടിവിറ്റി വൈസ് മോട്ടോറോളയിൽ നിങ്ങൾക്ക് 11 5G ബാൻഡ്സിന് സപ്പോർട്ടും VONR സപ്പോർട്ടും ഉണ്ട്. എന്നാൽ റിയൽമിയിൽ നിങ്ങൾക്ക് 9 5G ബാൻഡുകളുടെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. സോ കുറച്ചുകൂടി ഒരു 5G കവറേജ് കിട്ടുന്നത് മോട്ടോയിലാണ്. സോഫ്റ്റ്വെയർ വൈസ് ഞാൻ പറഞ്ഞ പോലെ മോട്ടോറോളയിൽ ഇപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 16 വരുന്നുണ്ട്. റിയൽമിയിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. റിയൽമി UI-യിൽ ഇതിനകത്ത് ഹലോ UI ആണ്. ഇനി രണ്ട് സ്മാർട്ട് ഫോൺസ് ഉപയോഗിച്ച ശേഷം എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ രണ്ടിലും ആപ്പ് സ്റ്റോർ, എക്സ്ട്രാ ആപ്പ് സ്റ്റോർ ഉണ്ട്. ഇപ്പോൾ റിയൽമിയിൽ നിങ്ങൾക്ക് ആപ്പ് മാർക്കറ്റ് എന്നുള്ള പേരിലും മോട്ടോറോളയിൽ നിങ്ങൾക്ക് ഇൻഡസ് ആപ്പ് സ്റ്റോർ എന്ന പേരിലും ഉണ്ട്. പക്ഷേ ഈ ഒരു ഇൻഡസ് ആപ്പ് സ്റ്റോർ കുറച്ചുകൂടി എന്താ പറയുക ശാന്തനാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ്മാ നോട്ടിഫിക്കേഷൻസ് കൊണ്ടുതരിക അങ്ങനത്തെ പരിപാടികളൊന്നും ഇൻഡസ് ആപ്പ് സ്റ്റോറിലില്ല. ബട്ട് ആപ്പ് മാർക്കറ്റ് ഒരു ശല്യമാണ്. ഫ്രസ്ട്രേറ്റഡ് ആക്കും നമ്മളിങ്ങനെ ചുമ്മാ അനാവശ്യമായിട്ട് ഇങ്ങനെ ഓരോ നോട്ടിഫിക്കേഷൻസ് ആപ്പ് മാർക്കറ്റിൽ തന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓഫാക്കി വെക്കണം. ആൻഡ് ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ സർപ്രൈസിംഗ്ലി ഇപ്പോൾ രണ്ടെണ്ണത്തിലും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ് ഒഴിവാക്കാം. അല്ലാത്ത പക്ഷം റിയൽമിയിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫിൻഷ്യൽ പേ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, റോമിംഗ്, റിയൽമി കമ്മ്യൂണിറ്റി, റിയൽമി സ്റ്റോർ, പിന്നെ ടൂൾസ്, ഫീച്ചേർഡ്, ഫോൺ മാനേജർ എന്നിങ്ങനത്തെ കുറച്ച് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. മറുഭാഗത്ത് മോട്ടോയിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഒന്ന് പെർപ്ലെക്സിറ്റി ആണ്. പെർപ്ലെക്സിറ്റി ഉണ്ട്, കോപൈലറ്റ് ഉണ്ട്, ഫോൺ പേ ഉണ്ട്. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമാവുന്ന പോപ്പുലർ ആയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. അഗൈൻ രണ്ടിലും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. ബട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നതിന് മുന്നേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ചുണ്ട് ഇതിനകത്ത്. സോ ഓവറോൾ മൊത്തത്തിൽ ഈ രണ്ട് സ്മാർട്ട് ഫോൺസും കമ്പയർ ചെയ്യുവാണെങ്കിൽ പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി റിയൽമി P4X തന്നെയാണ് പ്രൈസ് കൂടുതൽ. ഏകദേശം 2000 രൂപയോളം കൂടുതലാണ് ഈ GB 128ൻ്റെ ആ ഒരു വേരിയൻറ്റിന്. ഇതിന് 2000 രൂപ കുറവാണ്. അപ്പോൾ ആ ഒരു 2000 രൂപ കുറവിൽ ശരിയാണ്, നിങ്ങൾക്ക് റിയൽമിയിൽ 144 Hz ഡിസ്പ്ലേ വരുന്നുണ്ട്, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, SD കാർഡിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലും ബട്ട് പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഇപ്പോൾ 13,999 എന്ന് പറഞ്ഞ പ്രൈസിന് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്, ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്, ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 16 വരുന്നുണ്ട്. ഇനി രണ്ടെണ്ണത്തിന് ഫിനിഷ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു മോട്ടോറോളയുടെ ഡിസൈൻ കണ്ടില്ലേ, ഇത് കുറച്ചുകൂടി ഒരു പ്രീമിയം വീഗൻ ലെതർ ഫിനിഷിലാണ് വരുന്നത് ബാക്ക് സൈഡ്. ഇതൊരു പ്ലെയിൻ നോർമൽ പോളികാർബണേറ്റ് ഫിനിഷിലാണ്. അപ്പോൾ ആ ഒരു കുറച്ചുകൂടി ആ പ്രൈസിന് ഇത്രയും ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ഐ ഫീൽ ബിലോ 15K സെഗ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൈസിന് നല്ല വാല്യൂ ഫോർ മണി ഡിവൈസ് എന്ന് പറയുന്നത് മോട്ടോ G57 പവർ തന്നെയാണ് കമ്പയർ ടു റിയൽമി P4X. സോ ദിസ് ഈസ് മൈ ഒബ്സർവേഷൻ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബട്ട് ഐ റിയലി ഫീൽ യു ഷുഡ് ഗോ വിത്ത് ദി മോട്ടോ G57 പവർ. ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ആപ്റ്റായിട്ടുള്ള ചോയ്സ്. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.